എടുത്ത് അങ്ങനെ കളിക്കാൻ പാടില്ല. എന്റെ കണ്ണട എന്ത് ചെയ്തടി? അവിടെ ജനലട നോക്കിയേ. അവിടെ ഇവിടെ പോയത് കണ്ണട എന്ത് ചെയ്യടി? കളിക്കാൻ ചായ എടുക്ക. എന്റെ കണ്ണട കണ്ടില്ലാതെ ഏത് വെള്ളം മാറാറായില്ലേ നിങ്ങൾക്ക്? 24 മണിക്കൂർ കിട്ടേണ്ടത് നിങ്ങൾക്ക് നടക്കാൻ അറിയാൻ പാടുള്ളൂ. തിരുവനന്തപുരത്തുനിന്ന് പാലായിലോട്ട് വരുമ്പോ ഞാൻ നിന്റെ കെട്ടിയോനല്ലാതെ ആവോടി? ആവോ? എന്നാലും എനിക്കൊരു കൊതി ഉണ്ടാവില്ല ഗ്ലീറ്റോ കളറുകൾ ഉടുപ്പൊക്കെ ഇട്ട് കാണാൻ. ഞാൻ എടുത്ത് കത്തിച്ചോളായി നോക്കിക്കോ. അന്ന് നീ വിവരം അറിയും. നിനക്ക് ഞാൻ കളറിട്ട് കാണണം, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്, വെള്ളയും ഇട്ടിരിക്കും. അതിൽ നീ എവിടെ സ്കെച്ച് പെൻ എടുത്തിട്ട് കളർ ചെയ്യണം. അങ്ങനെ കളർ ചെയ്ത് എൻ്റെ ആ കൊതി അങ്ങ് തീർക്കാം. എൻ്റെ കണ്ണട എന്തിയേ? എൻ്റെ അമ്മേ, ഡാഡി അമ്മയെ മാറ്റിയാൽ ഈ വെള്ളയും മാറ്റാന്ന് എനിക്ക് തോന്നുന്നു. അത് പോയിന്റ്. അവക്ക് വിവരമുണ്ട്. അയ്യോ നിങ്ങൾ അറിയും. പിന്നെ എടി നിന്നെ മാറ്റിയാൽ തന്നെ നിന്റെ ആക്രി വിലക്ക് പോലും ആരും നോക്കിയെടുക്കാൻ കാണൂല. മുതലിനെ ഒന്ന് പറഞ്ഞു നോക്ക് ആരോടെങ്കിലും. എങ്ങോട്ടോ അപ്പൊ ഞാനേ എന്റെ വരവൊന്ന് അറിയിക്കണം. ഇവിടെ കിടക്കാണ്. ആരറിയിക്കണം? പാലായിലെ പിള്ളേരൊന്നും അറിഞ്ഞില്ലടി ഞാൻ വന്നതേ. എല്ലാരും ഒന്ന് അറിയിക്കണ്ടേ? ദൈവത്തെ ഓർത്ത് വേണ്ട കേട്ടോ. ഇനി ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നത്തിൽ പോയി തലയിട്ട് അത് ചളി പിളിയാക്കി കണ്ടവന്റെ തല്ലും കൊണ്ട് ഞാൻ ഇനി കരക്കാരുടെ കാല് പിടിക്കാൻ നടക്കണം. എന്റെ കെട്ടിയവനെ രക്ഷിക്കും, എന്റെ കെട്ടിയവനെ രക്ഷിക്കുന്നു. ഇവിടെ പരിചയക്കാരൊന്നും ഇല്ല സുഹൃത്തെ. ഇത് തിണിമണന്റെ മണം അല്ല നിന്റെ, ഇത് എന്റെ സ്വന്തം പാല. ഞാൻ ജനിച്ച് വളർന്ന മണ്ണാണ്. ഇവിടെ ക്ലീറ്റുമായി അങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ തലയിൽ വെച്ചോണ്ട് നടക്കും. തലയിൽ വെച്ചോണ്ട് എടുക്കണ്ട, അവിടുന്ന് കീഴ്പോട്ട് ഒറ്റ ഇടലുണ്ട്. അതൊക്കെ പള്ളിക്കെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇങ്ങനെ തലയിൽ കയറി നടക്കാൻ വേണ്ടി വന്നാണോ? ഒരു കാര്യത്തിന് വന്നാൽ തീരുമാനിച്ചിട്ട് നമുക്ക് വേണം നമ്മുടെ വീട്ടിലോട്ടോ. എനിക്ക് ആകെ ശ്വാസം മുട്ട. വന്ന കാര്യങ്ങൾ എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിന് ഇച്ചിരി സമയം വേണം. എന്റെ അളിയനെ അറിയാലോ, അതുമായിട്ടൊന്ന് സംസാരിച്ചൊരു ധാരണയൊക്കെ ആവണം. അതിന് ഇച്ചിരി സമയം വേണം. നീ ഒന്ന് ആ ചൂലെടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടും. ഞാൻ രാവിലെ തൂത്തല്ലോ. എപ്പോ? ഞാൻ എഴുന്നേറ്റ് ആദ്യം ചെയ്തതാ. ചുമ്മാ പുളു പഠിക്കല്ലേ. ഞാൻ ഇപ്പൊ കണ്ടല്ലോ അവളവിടെ തൂക്കണത്. കണ്ടല്ലോ, ഞാൻ ഒരു പ്രാവശ്യം എല്ലാവരും തൂത്ത് തുടച്ചിട്ടതാ. അത് ഇഷ്ടപ്പെടാതെ ഞാൻ എന്തോ ചെയ്യുന്ന വൃത്തിയാവാത്ത പോലെ അവര് പിന്നെയും വന്ന് പുറകെ കൂടി. അതിന്റെ ആവശ്യമുണ്ടോ? അവൾക്ക് പണ്ട് വൃത്തിയുടെ കാര്യം നീ ചെയ്യണത്. നീ പറഞ്ഞ പച്ചക്കറി ഒന്നും കഴുകാറും കൂടി ഇല്ല, ഞാനാ കഴുകണത്. ഇവിടത്തെ പച്ചക്കറി ഉണ്ടല്ലോ കഴുകിയില്ലെങ്കിൽ പോലും ഉപയോഗിക്കുക. അതാണ് പാലായിലെ മണ്ണിന്റെ പ്രത്യേകത. മാത്തൻ ചേട്ടൻ ഉണ്ടല്ലോ, കോഴിക്കൂട്ടില് കുറുക്കം കറങ്ങുമ്പോൾ ഇവിടെ കറങ്ങാം നമ്മൾ പറയണ കേക്കാൻ. ആ ചെറുക്കൻ്റെ അന്ത്യ എന്റെ കൈ കൊണ്ട് തന്നെ എങ്ങനെ അവളെ വയറ്റിൽ ജനിച്ചോന്ന് ഇങ്ങനെ ഒരു വൃത്തികെട്ടത്. നിങ്ങളുടെ പെങ്ങളെക്കാലം ഭേദാ കൊച്ച്. അവനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും, കള്ളത്തരല്ലേ അതിന്റെ ഉള്ളിൽ. എടി നിനക്ക് ജമന്തിയോട് ഉണ്ടായിരുന്ന അതേ അസൂയ ഇവിടെ വന്നപ്പോ ഇവളോട് ഉണ്ടല്ലോ. അയ്യോ നിനക്ക് എപ്പോഴാ ഇല്ലായിരുന്നേ? എനിക്ക് ആരോട് അസൂയലുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് അവളുടെയും സ്വഭാവം. അവള് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് മറ്റേ ആൾക്കാരെ അറിയിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാന്ന്? ഞാനേ ഈ പാലായിലെ സ്പന്ദനം ഒന്ന് അറിഞ്ഞിട്ട് വരട്ടെ. ഇത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു മണ്ണാണ് ഈ പാല. അപ്പോൾ എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ ഇവിടെ വരുമ്പോൾ അതിൻ്റെ വരവൊന്ന് അറിയിക്കണമല്ലോ. ചെറിയൊരു ഇടപെടൽ നടത്തിയിട്ട് ഞാനിപ്പോൾ വരാം. സ്പന്ദനം മുതുകത്ത് മേടിച്ചുകൊണ്ട് വരരുത്. അപ്പം ഞാൻ വിളിക്കാം, തൈലോട്ട് തടവാം കേട്ടോ. എൻ്റെ വരും അവീൽദാർ. അച്ഛനെ പറയരുത് കേട്ടോ. പിന്നെ നിന്റെ അച്ഛൻ അവീൽദാരല്ലേ? പിന്നെ അയാളല്ലേ പറയാൻ പറ്റും, വേറെ അച്ഛനെ പറയാൻ പറ്റും. നിങ്ങളുടെ അച്ഛനെ പറയും. അതങ്ങ് പള്ളിയിലെന്ന് പറഞ്ഞാൽ മതി. പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് എന്തിനാണ് എന്റെ പെങ്ങൾ ഇങ്ങനെ ഒരെണ്ണത്തിനെ തീറ്റി പോറ്റുന്നത്? എടാ ചെറുക്ക, ഇത് കഴുത്തി കുരുങ്ങി ചാവോ ഇങ്ങനെ ഇത് വായിച്ചോണ്ട് കിടന്ന? അത് വേറെ പണിയൊന്നുമില്ലേ? അളിയെ യൂണിഫോം ഒക്കെ ഇട്ടുണ്ടോ അങ്ങോട്ടാ? ഒരു പോലീസുകാരെ യൂണിഫോം ഇട്ട് സാധാരണ ഇങ്ങോട്ടാ പോവാറ്? അല്ല ഞാൻ ചോദിച്ചുകൊണ്ട് അളിയും വേറൊന്നും വിചാരിക്കരുത്. കുറച്ച് ദിവസം മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നേ, ഒരു പോലീസുകാരൻ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് ബീവറേജിൽ ക്യൂ നിൽക്കുന്നു. എന്റെ അളിയ, ആ പോലീസുകാരൻ ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി നേരെ ബീവറേജിൽ ചെന്ന പത്രക്കാരെഴുതി കുളമാക്കിയത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അളിയ അതിന് ഇങ്ങനെ കൂടെ ദേഷ്യപ്പെടാൻ അളിയനൊന്നും അല്ലല്ലോ അല്ലേ ആ പോലീസ്? ഞാനൊന്നുമല്ല. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം? കൊതുകുണ്ടോ അളിയ? കൊതുകൊണ്ടോന്നോ? എന്റെ 4 സൈഡിൽ നിന്നും കുത്തുന്ന കൊതുകാണ് അളിയ. എന്റെ ചോര കുടിച്ചോണ്ടിരിക്കുക. പിന്നെ നാണം കെട്ട് എന്തിനാ അളിയ ഇവിടെ കിടക്കുന്നത്? നാട്ടിൽ പോയിക്കൂടെ? പിന്നെ അല്ലേ, നിങ്ങൾ ഈ പോലീസുകാർക്ക് താമസിക്കാൻ ഇവിടെ ക്വാർട്ടേഴ്സ് ഒക്കെ കിട്ടുമല്ലോ? ക്വാർട്ടേഴ്സ് ഒക്കെ കിട്ടും, പക്ഷേ എന്റെ ഒരു സ്റ്റാൻഡേർഡിന് പറ്റിയ ക്വാർട്ടേഴ്സ് കിട്ടില്ല ഇവിടെ. ഞാൻ അതാ പോകത്ത്. അല്ല അളിയൻ ബിലോ സ്റ്റാൻഡേർഡ് ആണല്ലോ. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ലയോ, പുറത്തോട്ടാണ് നമുക്ക് ഒന്നിച്ചു
വേണ്ട വേണ്ട, എനിക്ക് പോലീസ് എസ്കോട്ട് തീരെ താല്പര്യമില്ല. പിന്നെ ഇവിടുത്തെ പാർട്ടി ഓഫീസിലൊന്ന് കയറണം, പിന്നെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെയൊക്കെ എനിക്കൊന്ന് കാണാൻ. പാർട്ടി പ്രവർത്തകർക്ക് അളിയനെ എങ്ങനെ അറിയാം? അല്ല അത് പിന്നെ ഞങ്ങൾ ഈ പാർട്ടിക്കാരെല്ലാം വെള്ളയാണല്ലോ ഇടുന്ന യൂണിഫോം. അത് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഇടീ ഇവിടുത്തെ ഒരു ചാനലിൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ ഒന്ന് കയറാനുണ്ട്. ഡിസ്കവറി ചാനലായിരിക്കും മിക്കവാറും. മരമാക്കളെ തരത്തിന് കളിക്കണം കേട്ടാ. മതിടാ മതി, നിനക്കൊന്നും പഠിക്കാനില്ലേ? ഇന്നത്തെ ഞാൻ പഠിച്ചു കഴിഞ്ഞാ. നീ ചോദിച്ചു, അവൻ ചോദിക്കട്ടെ, നീ അവന്റെ സംശയം ചോദിക്കാം അവന്റെ അങ്കിളിനോടല്ലേ. ഇതല്ലേ ചോദ്യം? ചോദിക്കട്ടെ. എന്റെ പൊന്നളിയാ, എവന്റെ സംശയം ഉണ്ടല്ലോ ലോകം അവസാനിച്ചാലും തീരില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. ഇതുണ്ടല്ലോ വളർത്തു ദോഷമാണ് കേട്ടോ, വളർത്തു ദോഷം. ഇനി ഞാൻ ഇവിടെ നിന്നാലേ എന്റെ നില തെറ്റും. സംസാരത്തിലൊക്കെ എന്തോ ഉദ്ദേശമുണ്ട്. നമ്മളിവിടുന്ന് കുറച്ച് വിചാരിക്കാനാണെന്ന് എനിക്കൊരു പരമായ സംശയമുണ്ട്. പിന്നെ പപ്പാ, പപ്പയുടെ നിഗമനം വളരെ ശരിയാ. അല്ലേ? അങ്ങയുടെ ഉദ്ദേശം അത് തന്നെയാ. അല്ലടാ കൊടുക്കേ, നീയാടാ ഒരു പോലീസുകാരന്റെ യഥാർത്ഥം. എടാ, നീ അപ്പന്റെ ഗുളിക മേടിച്ചാർന്നാ? ഇല്ല, ഞാൻ മറന്നുപോയി. ആ കൊള്ളാം, നല്ല കാര്യം. കറി കൊണ്ടുവരാണേ. എന്താ ഗുളികയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ട്? എന്ത് പറയാനാ നാത്തൂനെ, ഇവനെ ഏൽപ്പിച്ചതാ പൗലോചേനെ ബിപിയുടെ ഗുളിക മേടിക്കണമെന്ന്. അവനത് മറന്നു. അയ്യോ, ബിപി ഉണ്ടോ ചേട്ടന്? പിന്നില്ലാണ്ട് ആഹാ. എല്ലാ മാസവും കൂട്ടി കൂട്ടി എഴുതും. അയ്യോ, എന്റെ ഫോൺ എടുക്കണമെന്ന് നോക്കിക്കോണേ. വേഗം കഴിക്ക്. ഓ ചെല്ല് ചെല്ല്. ഇനി വേണോടി? അയ്യോ, നല്ല സാമ്പാറാ. കനകൻ. ഹലോ എടാ, വേണ്ടേ? എന്താ ശേഷം? ആ സുഖം സുഖം സുഖം. എവിടെയാ അവരൊക്കെ? എവിടെ അമ്മയും ചമ്മന്തിയൊക്കെ? ആണോ, നീ പുറത്താ? അമ്മയുടെ കാൽവേദന എങ്ങനെയുണ്ടടാ? ഇല്ല, വരും. അതിനിവിടെ ചേട്ടനും ചേച്ചി പിള്ളേരൊന്നും സമ്മതിക്കണില്ല നീ. ആ ഒരു മിനിറ്റ് ഇട്ടത് ഈ പെണ്ണ്. ഹലോ, ഇത് കൊടുക്കാം. ഹലോ മാമ. മാമ കട്ടായി. നീ സംസാരിക്കാൻ പറ്റുമോ? ഇന്നുകൊണ്ട് ലോകം അവസാനിക്കില്ലല്ലേ? പോരുന്ന് കഴിച്ചിട്ട് നിനക്ക് കഴിക്കാൻ കഴിയില്ലാഞ്ഞിട്ടല്ലേ? പോ. അതാ പ്ലേറ്റ് പൊട്ടിച്ച്. പൊട്ടിയില്ല. അവിടെ എല്ലാം വെറൈറ്റി പേരുകളല്ലേ. കനകൻ, തങ്കം. ഞങ്ങളുടെ അച്ഛൻ അങ്ങനെയാ, ഭയങ്കര വെറൈറ്റി ഉള്ള പേരുകളാ ഞങ്ങൾക്ക് ഇട്ടത്. ഇനി നമുക്ക് അമ്മേനെ പേരറിയാമോ? രത്നമ്മ. രത്നമ്മല്ല, രത്നമ്മ. നല്ല പേരല്ലേ? പിന്നെന്താ? അപ്പൊ മുത്തച്ഛന്റെ പേരോ? ഹബീൽദാർ വീരഭദ്രൻ നായർ. ഈ ഹവിൽദാർ വീട്ടുപേരാ. നീ സ്കൂളിൽ പഠിക്കണ വെച്ചല്ലേ ചെറുക്ക? വീട്ടുപേര് ആരെങ്കിലും ഹവിൽദാർന്നിടോ? എന്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു, പട്ടാളക്കാരൻ. പറ്റിയ പേര് ഞാൻ വേറൊന്നും പറയാം. ആർക്ക്? മുത്തച്ഛന് എന്താ? മാണിക്യം, രായ മാണിക്യം. അതെ, എന്റെ അച്ഛൻ ആ പേര് മതി കേട്ടാ. അധികം വേഷം കെട്ടണ്ട. മരിച്ചുപോയ ആൾക്കാരെ കളിയാക്കി നീ വലിയ ആളാവണ്ട. നീ കഴിച്ചിട്ട് നീന്റെ പാട്ടിനിട്ട് പോയടക്ക. ഓ എനിക്ക് വെള്ളം വേണോടി? സാമ്പാർ. ഓ ഈ കരിഞ്ഞ ദോശ വേഗം കഴിച്ചേ. കരിഞ്ഞ ദോശ അല്ല വേറെ വല്ലതും ഉണ്ടോന്ന്? ആരുണ്ടെങ്കിൽ പക്ഷേ അമ്മ എന്തേ? കൊള്ളാം. കഷ്ടം. എന്തായാലും ഈ വീട്ടിൽ കാരണവരില്ല എന്നുള്ളൊരു കുറവില്ല. തങ്കം, തങ്കം. ഓ, ഞാൻ ഇപ്പൊ വന്നങ്ങോട്ട് കയറിയേ ഉള്ളൂ. അയ്യോ, പൊന്നുമാൻ അവിടെ ഇരുന്നോ? ബഹുമാനമൊന്നും വേണ്ട, ഇരുന്നോ. എടി, നിന്റെ കെട്ടിയൊരു ഭയങ്കര പേരാണല്ലോ ഇവിടെയൊക്കെ. സിംഗം പൗലോ എന്നല്ലേ? എന്ത് സിംഗം പൗലോ? ചിങ്കം പൗലോ നല്ലടാ, കൈക്കൂലി പൗലോ. ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ, നീ കേൾക്കൂല. ഇപ്പൊ നിന്റെ കെട്ടിയോ നിന്റെ അടുത്തൊന്ന് പറയോ എന്നെ കൈക്കൂലി പൗലോ എന്ന് എല്ലാരും വിളിക്കുന്നതെന്ന്. എടി, ആള് ഭയങ്കര കൈക്കൂലി കേട്ടോ എന്റെ അളിയെ. ആ, നീ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാ വന്നപ്പോഴേക്കും? എടി, ഞാൻ അന്വേഷിക്കണ്ടേ എന്റെ പെങ്ങൾ എങ്ങനെയാണ്, എന്റെ അളിയെ എങ്ങനെയാണ്, ഇവിടെ ജീവിക്കുന്ന രീതിയൊക്കെ ഞാനൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. എന്തൊരു ഉത്തരവാദിത്തം എന്റെ ക്ലീറ്റോന്. പിന്നെ അവിടെ ഇതൊക്കെ തന്നെയാണോ പണി? എന്ത്?
ഇതുപോലെ മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിച്ച് കണ്ടുപിടിക്കുക എടാ എന്നുള്ളത്. മോനെ, ഇത് കുറ്റമല്ല. ആൾക്കാർ ഉള്ളത് പറയുന്നത് അത് കേട്ടാ പിന്നെ ഇവിടെ നിന്ന് പറയാതിരിക്കാൻ പറ്റുമോ? പിന്നെ അളിയന് ഇതുണ്ടോ, റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ? ആ എനിക്ക് എങ്ങനെ അറിയണല്ലോ. അതെ, അങ്ങനെ പലതും കാണും. അതിനിപ്പോ അങ്കിളിന് എന്നാന്നേ? എടാ നീ ഒരു ശകലം ഒതുങ്ങ്. നീ പാട്ട് കേട്ടോ, അത് ചെവിയിൽ വെച്ചോ. ഞങ്ങൾ വലിയ ആൾക്കാർ സംസാരിക്കണം, നീ കേൾക്കണ്ട. നീ എവിടെ കിടന്നു? എന്താ ഈ ചേട്ടൻ എന്താ ചെയ്യണെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? ഞാനെല്ലാം അന്വേഷിച്ചുകൊണ്ട് കിടക്കുമല്ലോ, അതിലെല്ലാം എന്നോട് പറയുമല്ലോ ഇപ്പൊ. പിന്നെ അവിടെ ഈ മണലൊക്കെ പിടിവിടുമല്ലോ പ്രതികളെ ലോറിയിൽ പറഞ്ഞാൽ, അത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറേ മാറ്റി പതുക്കെ വേർത്ത് അതിട്ടിട്ട് ലൂസ് കച്ചവടം അളിയന്. കൊട്ടയ്ക്ക് അത് അങ്ങനെ പല പരിപാടികളുണ്ട്. പൂത്ത കാശായിരിക്കുമല്ലോ അടി. ആ, വേറൊരു സന്തോഷപ്പെട്ടൊരു കാര്യം പറയാൻ പോവുകയാണ്. ഞെട്ടരുത്, നീ ഞെട്ടരുത് പ്രത്യേകിച്ച്. ഞാൻ ചേട്ടല്ലേ, ഞാൻ ഒരുപാട് ആ, അവള് ചിലപ്പോൾ ഞെട്ടും. ഡീ, നമ്മുടെ ഇടവകയല്ലേ പള്ളിപ്പെരുന്നാള്, അത് ക്ലീറ്റോയാണ് നടത്താൻ പോകുന്നത്. കർത്താവേ, എന്താടാ നീ ചിരിക്കുന്നേ? എന്റെ കർത്താവേ, നിന്റെ ക്ലീറ്റോ ചായനാണ് ഇപ്രാവശ്യം പെരുന്നാൾ നടത്താൻ പോകുന്നത്. അപ്പൊ പള്ളിപ്പെരുന്നാളിന്റെ കാര്യം ഏകദേശം. ഒരൊറ്റ ചവിട്ട് തന്നോണ്ടല്ലോ. നീ അത് വെച്ചോണ്ട് കിടന്ന് പാട്ട് കേടാ. ദൈവമേ, ഇപ്പോഴാ ഒരു സമാധാനം. പിന്നെ പാല ഇതുവരെ കാണാത്ത ഒരു പെരുന്നാളായിരിക്കും ഇപ്രാവശ്യത്തെ പെരുന്നാൾ. ക്ലീറ്റോ എന്താ പറഞ്ഞത്? എപ്പോ? അവിടെ വെച്ച് മലയാളം. ക്ലീറ്റോ എന്താ പെരുന്നാളിന്റെ കാര്യം പറഞ്ഞെന്താ? ആ, പെരുന്നാളിന്റെ കാര്യം പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞതാ. എന്ത് കുന്ത്? നിനക്കിപ്പോ എന്താ വേണ്ടേ? പറയ, എന്താ ചെയ്യാൻ പോണേ? പെരുന്നാളിന്റെ കാര്യം എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. എന്റെ തങ്കം, നിനക്ക് എന്താണ് മനസ്സിലാവാത്തത്? ഞാനിപ്പോ അവിടെ പറഞ്ഞത് ഇവിടെ നമ്മുടെ പള്ളിയിലെ പെരുന്നാള് ക്ലീറ്റോയെ മുൻകൈ എടുത്ത് നടത്തുന്നു. അതിലെന്താണ് നിനക്ക് മനസ്സിലാവാത്തത്? അതുവരെ ഓക്കെ, മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായി. അതായത് പള്ളിയിലെ പെരുന്നാളിന് ചുക്കാൻ പിടിക്കുന്ന ആൾ ഞാൻ, അതായത് പെരുന്നാളിന്റെ പ്രസിഡന്റ് ഞാനാണ്. ഓ, ഈ പ്രസിഡന്റ് എന്ന് പറയാൻ നിനക്കറിയില്ലല്ലോ. പെരുന്നാൾ ഏറ്റു കഴിക്കുന്ന ആളിനെ എങ്ങനെയാ പറയണേ ഇവിടെ? അത് ഞാനാ. പെരുന്നാള് ഏറ്റഴിക്കാൻ പോണോ? ക്ലീറ്റോയോ? എന്താ ക്ലീറ്റോ? ഞാൻ ക്ലീറ്റോനെ എന്തും പറഞ്ഞ ക്ലീറ്റോ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. കുഴപ്പത്തിന് ചാടല്ലേ എന്ന് പറഞ്ഞ ഇത് തോട്ടി വലിച്ച് താഴെയിട്ടിടും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ക്ലീറ്റോ എന്താ ഏറ്റിടുന്നത്? പള്ളിപ്പെരുന്നാളാ. ആ, പള്ളിപ്പെരുന്നാളാണെന്ന് എനിക്കറിയാം. നല്ല ബോധമുണ്ട്. ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എങ്ങനെ കുഞ്ഞേ? അയ്യോ, അതങ്ങ് നടന്നോളൂ അതിന്റെ വഴിക്ക്. ഇതിന്റെ ഒരു വിലയും നിലയൊക്കെ ഇവിടെ ഉണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് ഇവിടെ. ക്ലീറ്റോ, ഈ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ക്ലീറ്റോന് ഒരു 500 രൂപ റീചാർജ് ചെയ്യാനുണ്ടോ? അതില്ലാത്ത ക്ലീറ്റോ എങ്ങനെ പള്ളിപ്പെരുന്നാൾ നടത്തും പറയണേ? അവിടെയാണ് ക്ലീറ്റോടെ മിടുക്ക് നീ കാണാൻ പോണേ. ഇത് ഒന്നും ഇല്ലാതെ ക്ലീറ്റോ ഇത് നടത്തി കാണിച്ചു തരുവടി. ക്ലീറ്റോ വേണ്ടട്ടോ, ഇത് ഭയങ്കര പ്രശ്നം ചെയ്യും ക്ലീറ്റോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അതൊക്കെ അതിന്റെ രീതിക്ക് നടക്കും. ഈ ഫോൺ തന്നെ ചുമ്മാ ഇങ്ങടി. അല്ല, അച്ഛനെ നമുക്കിത് വേണ്ട ക്ലീറ്റോ, ഇത് നടക്കൂല കുഞ്ഞേ. നീ ആരാ അച്ഛനെ വിളിക്കാന്? പള്ളിയിലച്ഛന്. നിനക്ക് ഇവിടെ അച്ഛനായിട്ട് എന്ത് ബന്ധം? ഇപ്പോ അളിയന്റെയും ചേച്ചിയുടെ ഒക്കെ മുമ്പിൽ നിങ്ങൾക്കൊരു വിലയും നിലയുണ്ട്. നാളെ തന്നെ അത് ഇല്ലാതാവും. ഈ പെരുന്നാൾ നടന്നു കഴിയുമ്പോ ആ വില ഒന്നുകൂടെ അങ്ങോട്ട് മുകളിലോട്ട് കയറും. എന്റെ ദൈവം, ഈ അച്ഛന്മാർക്കൊന്ന് കണ്ണു കണ്ടൂടെ? നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചത്? പെരുന്നാൾ ഏറ്റഴിക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഏറ്റിട്ട് പോന്നോ? എടി, അതങ്ങ് നടന്നോളും. ക്ലീറ്റോ 10,000 രൂപ ഉണ്ടായി നടക്കൂല, 50,000 രൂപ ഉണ്ടായി നടക്കൂല, 1,00,000 രൂപ ഉണ്ടായി നടക്കൂല. അത് ഈ പള്ളി പെരുന്നാൾ നടക്കാൻ ഇതൊന്നും വേണ്ട. ഇച്ചിരി ആത്മവിശ്വാസവും കുറച്ച് ബുദ്ധിയും, ഇത് രണ്ടും ക്ലീറ്റോടെ കയ്യിലുണ്ട്. ഞാൻ എന്ത് കൂളായിട്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, പ്രഷർ കൂട്ടരുത്. നമുക്ക് അതിന് എപ്പോഴാ പ്രഷറും ടെൻഷനും ഉള്ളത്? ആകാശം ഇടിഞ്ഞു വരുന്നാലും ക്ലീറ്റോ കൂളല്ലേ? ഈ പെരുന്നാൾ അന്തസ്സായിട്ട് നടക്കും. കാരണം എനിക്കിവിടെ പാര വെക്കാൻ നിന്റെ ആങ്ങളെ ഇല്ലല്ലോ. അവനുണ്ടായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കാലും കൈയും പിടിച്ച് അവൻ കടം മേടിച്ചാണെങ്കിലും നടത്തിയാന്. നടത്തും. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒന്നും നിങ്ങളിപ്പോ ആരെ കൊല്ലാൻ പോണേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും വഴി കണ്ടിട്ടാണ് ഇതിന് ഇറങ്ങി പുറപ്പെടണേ? അതിന്റെ വഴിയെല്ലാം ഇതിനകത്ത് ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ആ ബുദ്ധി ഒന്നുകൂടെ കാര്യമായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ചായ എടുത്തോണ്ട് വന്നേ കടുപ്പത്തിൽ കേട്ടോ. നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് അതേപോലെ തന്നെ ചീറ്റാറുമുണ്ട്. നാണം കേട്ടില്ലെങ്കിൽ ക്ലീറ്റ പേര് എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞത്. ശരി, നമുക്ക് കാണാം. പോയി ചായ എടുത്തോണ്ട് വാടി. എനിക്ക് മനസ്സില്ല. മനസ്സ് വേണ്ട, ചായ മതി. പോയി എടുത്തോണ്ട് വരാൻ. ക്ലാരേ, അവളിപ്പോ ഇവിടെ പാല് കൊണ്ടുവരും ചായ ചോദിച്ചാ. പോയിട്ടോ എടുത്തോണ്ടോ. പാലെടുത്തിട്ട് തരട്ടെ. എനിക്ക് അവളുടെ കൈ കൊണ്ട് വേണ്ട. പറയല്ലേ, ക്ലാര തന്നെ കുടിച്ചാ മതി. പോയി എടുത്തോണ്ട്
പെരുന്നാളുടെ അടി ക്ലീറ്റോ ഇത് എടാ നീ പള്ളി പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കാതെ നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കരുത് ആവശ്യമില്ലാതെ അത് നടക്കും. അത് ക്ലീറ്റോയ്ക്ക് വിശ്വാസമുണ്ട്, അതങ്ങ് നടന്നോളൂ. അതിനുള്ള വഴി ഈ ക്ലീറ്റോ കണ്ടുവച്ചിട്ടുണ്ട്. പോരെ? ഉണ്ട്, ഉറപ്പിച്ചുണ്ട്. ചായ അറിയണ്ട മനുഷ്യ, എന്താണ് നിങ്ങളൊന്നും അറിയണ്ട, അത് നല്ലത്. ഈ കാര്യം പറയേ. പെരുന്നാൾ നടത്താൻ പോണെന്ന്. പള്ളിപ്പെരുന്നാൾ എല്ലാ കൊല്ലം നടത്തുന്നേ. ഏത് നമ്മൾ മുടങ്ങി കിടക്കുന്ന പള്ളിപ്പെരുന്നാൾ ആര് നടത്താൻ പോകും? നമ്മുടെ ക്ലീറ്റോ. പള്ളിപ്പെരുന്നാൾ അതേന്ന് ചുമ്മാ ഇരിക്കുന്നു. പള്ളിപ്പെരുന്നാൾ കണക്ക് എത്ര കാശ് വേണമെന്ന് ശരിക്കും അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവൻ നടത്താൻ പോണ്ടെന്ന് എനിക്കറിയാം, അവൻ നടത്തും. വെറുതെ കേട്ടോടനെ അത് വിശ്വസിച്ച് തുള്ളല്ലേ. എടി പള്ളിപ്പെരുന്നാളിനൊക്കെ ഒരുപാട് കാശ് വേണം, അതൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. നിന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാണ്. നിങ്ങളായിട്ട് നടത്തണില്ല. നിങ്ങൾ പള്ളിക്കും കൊടുക്കണം 5 പൈസ, വീട്ടുകാർക്കും കൊടുക്കണം 5 പൈസ. അവനെങ്കിലും നടത്തട്ടേന്നേ. നടക്കും. അവൻ നടത്തും, നിങ്ങൾ നോക്കിക്കോ. പിന്നെ അവൻ നടത്തും. നടത്താൻ വേണ്ടി നടക്കും. ക്ലീറ്റസ് ഞൊട്ടും. ഹലോ 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 കേൾക്കാമോ? കേൾക്കാമോ അൻസാറേ? കേൾക്കാമോ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ, ഒരു സന്തോഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലയാ, നമ്മുടെ ഇവിടുത്തെ ഇടവക പള്ളി പെരുന്നാൾ വരിക. അപ്പോൾ അതിൻ്റെ നടത്തിപ്പ് മുഴുവൻ ഇപ്രാവശ്യത്തെ സ്പോൺസർ ഞാനാണ്. പിന്നെ പൈസ കുറേ ലക്ഷങ്ങൾ ചിലവാകും, അതൊന്നും നോക്കണില്ലളിയാ. അതിൻ്റെ പിന്നിൽ വേറൊരു വലിയ രഹസ്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെരുന്നാൾ നടത്തുന്നതോടുകൂടി പള്ളിയിലെ ഇടവകയിലെ എല്ലാ ആൾക്കാരും, അച്ഛനും അവിടുത്തെ പിള്ളേരും ഒക്കെ എൻ്റെ കൂട്ടത്തിലാവും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് ഭാഗം വെക്കുന്ന വിഷയം വരുമ്പോൾ അളിയന് ഞാനായിട്ട് ഉടക്കുമല്ലോ, അത് വരും. അപ്പോഴേക്കും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വല ആദ്യമേ അങ്ങ് എറിയണം. ഇല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പൈസ ഒരു പ്രശ്നമല്ല ക്ലീറ്റോയ്ക്ക്. അത് ഞാൻ ഇപ്പോൾ പലിശക്ക് എടുത്ത് ഇപ്പം നടത്തിയാലും ചില്ലറ മുതലൊന്നുമല്ല വരാനുള്ളത് ഇവിടെ. ഓ നീ വരണം കേട്ടോ, പെരുന്നാൾ നമുക്ക് അടിച്ച് വിളിക്കണം. ആളിയൻ അത് ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല വിളിയാ. ശരി, ഞാൻ ഓക്കെ, ഒന്നുമില്ല. നമുക്ക് മീറ്റിംഗ് മറ്റന്നാളത്തേക്ക് ആക്കാം. പാർട്ടി മീറ്റിംഗ് മറ്റന്നാളാക്കാം കേട്ടോ. ഓക്കെ. ഹലോ, എന്നെ വിളിച്ചോ? കേട്ടോ? അല്ല, ഞാൻ ആരും വിളിക്കുമ്പോൾ ഇളയും വിളിച്ചോ? ആരും വിളിച്ചില്ല, ഞാനാ വിളിച്ചത്. എന്താ വിളിയാ? എന്താ പരിപാടി? പരിപാടി എന്താ? ഒന്നുമില്ല, വല്ല ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഒന്നുമില്ല, എന്തോ പള്ളിപ്പെരുന്നാൾ എന്തോ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അത് പള്ളിയിലെ, നമ്മുടെ ഇടവകയിലെ പള്ളിയിലെ പെരുന്നാള്. ആരുടെ ഇടവക? ഞങ്ങളുടെ. നിങ്ങളുടെ ഇടവക നാട്ടിലല്ലേ? ഇവിടെ എങ്ങനെ ഇടവക? ഞാൻ ഈ ഇടവകയിലുള്ളതാ. ഞാൻ കുറച്ചു നാൾ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതല്ലാതാവോ? അതുകൊണ്ട് താൻ പള്ളിപ്പെരുന്നാൾ നടത്താൻ പോണം? പള്ളി പെരുന്നാൾ ഞാൻ നടത്തില്ല. തന്നെ കൊണ്ട് നടത്താനുള്ള ത്രാണിയില്ല. തനിക്ക് എന്തുണ്ടോ? തനിക്ക് എന്ത് യോഗ്യതയുണ്ട്? അളിയാ, പള്ളി പെരുന്നാൾ നടത്താൻ ഇവിടെ യോഗ്യത വേണമല്ലോ. എന്റെ യോഗ്യന്മാരാണ് ഇത്രയും നാളും ഇവിടെ പള്ളി പെരുന്നാൾ നടത്തിയിരുന്നത്. ഇപ്പൊ താൻ ആരുവാ? അല്ല, ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ അളിയൻ ഇവിടെ പെരുന്നാളൊന്നും നടത്തിയില്ലല്ലോ. ഇല്ലില്ല. ഇപ്പൊ അളിയൻ എന്താണ് പ്രശ്നം? ഞാൻ ഈ പെരുന്നാൾ നടത്താൻ പോണേന്റെ അളിയൻ എന്താണ് പ്രശ്നം? താൻ ഈ പറയുന്നതിൽ വേറെ ഉദ്ദേശമുണ്ട് എനിക്ക്. അതൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. നടക്കില്ല, നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. അയ്യോ, അത് തീരുമാനിക്കാൻ അളിയനല്ലല്ലോ. ഞാനും കൂടെ അളിയാ, ഞാൻ ഇടവകയിലെല്ലാം സംസാരിച്ചു. ഞാൻ ഈ പെരുന്നാൾ സംസാരിച്ചു. ഞാൻ ഈ പെരുന്നാൾ ആരോട് സംസാരിച്ചു? ഞാൻ അവിടെ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചിട്ടുണ്ട്. അത് അളിയാ അറിയണ്ട. അറിയണമല്ലോ. അളിയ, ഇത് ഞാൻ നടത്താൻ പോണ കാര്യമല്ലേ? എന്റെ പൊന്നളിയും നടക്കില്ല. നടക്കാത്ത കാര്യം വെറുതെ ആലോചിച്ച് പുണ്ണാക്കണ്ട. അളിയാ, ഇത് കർത്താവിന് വേണ്ടി ഞാനൊരു കുറെ നേരം കർത്താവിനെ പറഞ്ഞ താൻ കർത്താവിനെ പിടിക്കാൻ എന്ത് യോഗ്യതയുള്ളൂ? അന്യജാതിക്കാർ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് പള്ളി പെരുന്നാൾ ഞാൻ നടത്താൻ പോണെന്ന് അറിഞ്ഞപ്പോ അളിയൻ ഇതേ ഭ്രാന്തായി. കഥ അറിയേണ്ട ആട്ടം കാണരുത് കേട്ടാ. ഇയാള് പറയുന്നതിന് വേറെ ഉദ്ദേശമുണ്ട്. ഇവന് പള്ളിപ്പെരുന്നാൾ നടത്തലല്ല ഇവന്റെ ഉദ്ദേശം. അതെന്താണെന്നുള്ളതൊക്കെ നീ കഥ അറിയാതെ ആട്ടം കാണല്ലേ? ഞങ്ങളുടെ കുടുംബക്കാർക്ക് അത് നടത്താനുള്ള യോഗ്യത ഈ ഞങ്ങളുടെ കുടുംബം നീ പറഞ്ഞല്ലോ. ആരാടി നിന്റെ കുടുംബം? അപ്പൊ ഞാൻ ആരാണ്? നിങ്ങൾ എന്റെ കെട്ടിയോനൊക്കെ ഒരു മിനിറ്റ്, നിങ്ങൾ എന്റെ കെട്ടിയോനൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്ര നാളായിട്ട് 5 പൈസ പള്ളിക്ക് വേണ്ടി പറയണത്. നീ ഇത്ര നാൾ അളിയന് അവസരം ഉണ്ടായിരുന്നു, അളിയൻ ചെലവാക്കി. ഇപ്പൊ ഞാൻ ചെലവാക്കാൻ പോകുന്ന ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ചേട്ടൻ ഒന്നും കാണാതെ കേക്കടോ. പുറത്തുനിന്ന് ഒരു പെണ്ണാണ്
എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ചേട്ടാ നീ സപ്പോർട്ട് സമ്മതിക്കണ്ട ചേട്ടാ, ചേട്ടാ സമ്മതിക്കണ്ട. സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് ആരെ തലേ കയറ്റി വെക്കടി, തുള്ളിക്ക് തലേ കയറ്റി. എടീ ഇയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പെരുന്നാൾ സമയമാകുമ്പോൾ ഞാൻ തന്നെ നടത്തൂല മോനെ. അതിന്റെ പൈസ മുഴുവൻ ഞാൻ കൊടുക്കും. അത് നിന്റെ പൈസ എവിടുന്ന് പൈസ? പൈസ എവിടുന്ന് പൈസ? അളിയാ, പൈസ എവിടുന്ന്? ഡേയ്, ചുമ്മാ ഇരിടി. കേട്ടല്ലോ 10ന്റെ പൈസ ചൊറിയാനില്ലാത്തവനാ പള്ളിപ്പെരുന്നാൾ അളിയാ, ആകട്ടെ പൈസയൊക്കെ ഇവിടെ സമയമാകുമ്പോൾ ആകട്ടെ കേട്ടാ. ഈ അളിയരുത് എന്താണ് അളിയാ? ക്ലീറ്റ് മൂത്തോര് പറഞ്ഞ അനുസരിച്ചല്ല പറഞ്ഞ കേക്കടോ, പറയണ കേട്ടില്ലേ? എടീ ഇയാൾക്ക് മൂത്തത് ഭ്രാന്താ. ഭ്രാന്ത് നീ എന്നെ കൂടെ പറയിപ്പിക്കരുത്. അളിയാ ചുമ്മാ ഇരളി. ഇവന് വേറെ ഉദ്ദേശമുണ്ട്. ഇവന് വേറെ ഉദ്ദേശമുണ്ട്. അവൻ നടത്തും. എടി നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. നീ പള്ളിപ്പെരുന്നാൾ നടത്തില്ല, പള്ളിപ്പെരുന്നാൾ ഞാൻ നടത്തും. ഈ കാര്യത്തിന് ഞാൻ ചേട്ടന്റെ കൂടെ നിൽക്കും. അളിയോ പള്ളി പെരുന്നാൾ അന്തസ്സായിട്ട് ഞാൻ നടത്തി കാണിച്ചാലും ഞാൻ നടത്തും. നടത്തൂല, ചുമ്മാ ഇരടി. ഞാൻ നടത്തും. അളിയോ അങ്ങനെ നടത്തും. ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ട് പോയി. ഇന്ന് വൈകിട്ട് ഞാൻ അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാ വന്നേക്കണേ. എപ്പോ? ഞാൻ ഇന്ന് വൈകിട്ട് അഡ്വാൻസ് കൊടുക്കുന്നു, അച്ഛന് വാക്ക് കൊടുത്തിട്ടാ വന്നേക്കണേ. നീ ഇന്ന് വൈകിട്ടല്ലേ കൊടുക്കണം. ആ. ഞാൻ ഇത് ഇപ്പൊ കൊടുത്ത് കാണിച്ചു തരാം. ഈ മനുഷ്യന് എന്താണ് കാടിയെടുത്ത കാടിമണ്ണാണോ? അല്ല ആണോ? എന്താടി ആ മനുഷ്യൻ മര്യാദക്ക് നടത്താന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താന്ന് ആരെങ്കിലും പള്ളിപ്പെരുന്നാൾ നടത്തിയ പോരെ? അയാള് നടത്തിക്കോട്ടെടി. ആ ചേട്ടൻ നടത്ത. നടത്തിക്കോട്ടെ, അയാൾക്ക് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അയാൾ നടത്തിക്കോട്ടെ. അല്ല ക്ലീറ്റോ വഴക്കിടുക ചെയ്തേ. ഇത് ചേട്ടനോട് വഴക്കിട്ട് നടത്തണ്ട. എടി കാശ് മുഴുവനും അയാൾ ചെലവാക്കി പെരുന്നാൾ നടത്തിക്കോട്ടെ. പക്ഷെ അതിന്റെ മുമ്പിൽ നെളിഞ്ഞിരിക്കുന്നത് ക്ലീറ്റുമായിരിക്കും. ആ എങ്ങനെ? പെരുന്നാൾ അയാൾ നടത്തുന്നു, അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ക്ലീറ്റുമായി. പുള്ളിനെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടിട്ടാ ക്ലീറ്റ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കായിരുന്നു ഈ പൗലോ പോലീസിന് ഒരു ചെറിയ പണി കൊടുക്കണമെന്ന്. അളിയും നടത്തിക്കോട്ടെ പെരുന്നാൾ, ക്രെഡിറ്റ് മുഴുവനും ക്ലീറ്റ് വയ്ക്കും. അപ്പൊ ഇത് മനഃപൂർവ്വം കാണിച്ചതാ? അങ്ങനെ വേണമെങ്കിലും പറയാം. കണ്ട അഡ്വാൻസ് അല്ല, മുഴുവൻ തുകയുണ്ട്. അളിയാ വേണ്ട. ഓടാ. എടീ ഞാൻ ജനിച്ച് വളർന്ന് എൻ്റെ മണ്ണിലെങ്കിലും ഞാനൊന്ന് ജയിക്കണ്ടേ? പോണത് കേട്ടില്ലേ? Alien versus Alien.